ചന്ദനത്തിൽ കൂടിക്കൊള്ളും മന്മദാരി ശിവസുതനേ അയ്യപ്പ മാധവന്റെ തിരുമകനേ. ശിവന്റെ ഫ്യൂഷൻസ് ഒക്കെ എടുത്തപ്പോഴത്തേനും നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊരു കുറച്ച് വ്യത്യാസമുണ്ട് വെച്ചാല് ചന്ദ്രചൂട കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. പുതുക്കോട്ടെ ഞങ്ങൾ ആദ്യം ലൈൻസ് പഠിക്കാൻ തന്നെ കുറച്ചെന്ന് വെച്ചാൽ തമിഴാണ്. പിന്നെ അത് മാത്രമല്ല ഫുൾ ഇങ്ങനെ ഇടയ്ക്ക് വലിയ സ്റ്റോപ്പില്ല, നമുക്ക് നിർത്തിയിട്ട് ഇങ്ങനെ ശ്വാസം എടുത്ത് പാടാനുള്ള ഒരു സ്റ്റോപ്പ് ആ സോങ്ങിന് അധികം ഇല്ല. പുതുക്കോട്ടെ ഭുവനേശ്വരി ഭുവനേശ്വരം ജഗദീശ്വരി മൊന്നൈരി മല്ലീശ്വരി നന്ദനല്ലൂർ രാജേശ്വരി ഭാഗേശ്വരി യോഗേശ്വരി ലോകേശ്വരി മേമലയിലു അങ്കാള പരമേശ്വരി. നിങ്ങൾ ഒരുപാട് സ്റ്റേജസ് കയറിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? 2 മണിക്കൂർ ഉള്ള ലിസ്റ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. നമുക്ക് 1 മണിക്കൂറേ പാടാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു ആ വേദിയിൽ നമുക്ക് കിട്ടിയ പ്രോത്സാഹനം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് സ്വരൂപിണി ഭജൻസ് ആണ്. ചേച്ചിമാരെ നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നോ? ആദ്യം തന്നെ പറയട്ടെ, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നമ്മൾ മേലില ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിടിച്ചിവിടെ ഇരുത്തിയേക്കാണ് ഇവരെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി ഒക്കെ? സന്തോഷം, നന്നായിരുന്നു. നിങ്ങളുടെയും പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം. അതെ, നമ്മുടെ അബാക് പ്രൊഡക്ഷൻസ് ആയിരുന്നു. അതെ, അബാക് മീഡിയ ആയിരുന്നു ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഭജൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു മേലിലുള്ള കുറേ ആളുകൾ വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈവൻ അവർ പൊങ്കാല ആ ഒരു വഴിപാട് ഇട്ടോണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ പോലും അവരത് കേൾക്കുന്നുണ്ടായിരുന്നു, ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ സൈഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റേജുകളിലും പല പല എക്സ്പീരിയൻസ് അല്ലേ. അപ്പോ ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ? പെട്ടെന്ന് നമ്മൾ ആ സ്റ്റേജിൽ ഇരിക്കുകയാണ്, അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ നോക്കാനൊക്കെ പറ്റാറുണ്ടോ? തീർച്ചയായും. നമുക്ക് ഈ ഒരു പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് പിന്നെയും ആവേശം പാടാനുള്ളത്. റെസ്പോണ്ട്, അതായത് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോണ്ടാണ് നമ്മളുടെ ഊർജം. നിങ്ങള് എന്താ പറയാ, സിസ്റ്റേഴ്സ് ആണോ? അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ്. കോളേജിൽ പഠിച്ചവരാണ്. മ്യൂസിക് കോളേജിലാണ്. അപ്പൊ ഒരേ ബാച്ചിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്? അത് അത്രയും കണക്ഷൻസ് ഉള്ള ആൾക്കാരാണ്? അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഭജൻ ട്രൂപ്പ്, ഒരു ബാൻഡ് ഫോം ചെയ്തത്? അതെ അതെ, തീർച്ചയായും. നമ്മൾ എല്ലാം ഫ്രണ്ട്സ് ആണ്. ആദ്യം ഞങ്ങൾ 2 പേരായി. നമ്മുടെ കൂട്ടത്തിൽ തുടക്കം മുതലുള്ള ഒരു ഗായികയുണ്ട്, ദേവിക. ഞങ്ങൾ 2 പേരായിരുന്നു ആദ്യം. പിന്നെ അത് ഇപ്പോൾ നമുക്ക് എല്ലാവരും പല പല സ്ഥലങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തുചേരാൻ, പിന്നെ ടീച്ചേഴ്സാണ്, എല്ലാവർക്കും പ്രാക്ടീസ് കാര്യങ്ങൾ ഒത്തുചേരാൻ ഇതുവരെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾക്കും നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. നമ്മൾ ഇത്രയും പഠിച്ചു, നമുക്കൊരു വേദി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ വർഷം എന്താണെങ്കിലും ഫാമിലി സപ്പോർട്ടും എല്ലാവരുടെയും പിൻബലത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് സ്വരൂപിണി ഭജൻസ്. ഈ പേരെങ്ങനെയാ വന്നത്? സ്വരൂപിണി എന്നുള്ളൊരു പേര് നിങ്ങൾ മനസ്സിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നോ, അതോ എങ്ങനെയാണ് ആ ഒരു പേര് സെലക്ട് ചെയ്തത്? ഇല്ല, ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഇതിനൊരു പേര് കൊടുക്കണം എന്ന ആലോചനയിലായിരുന്നു. എല്ലാവരും പല പല പേരുകളൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു എഫക്റ്റ് തോന്നണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ആലോചിച്ചു. അപ്പം അങ്ങനെ സ്വരൂപിണി എന്നുള്ള പേര് പറഞ്ഞത് തന്നെ ലക്ഷ്മിയാണ് നിർദ്ദേശിച്ചത്. അപ്പം എല്ലാവരോടും ചോദിച്ചു, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പേര് കേൾക്കാനും ഒരു സുഖമുണ്ട്. ആ സ്വരൂപിണി ഭജൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അങ്ങനെ ഇത് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു പേരിലേക്ക് എത്തിയത്. നിങ്ങളുടെ ഈ ഒരു എന്താ ഗ്രൂപ്പിലേക്ക് മെയിൽ സിംഗേഴ്സിനെ ആഡ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ ഇതുവരെയും തോന്നിയിട്ടില്ല. ഭാവിയിൽ ഇനി എന്താണെന്നറിയില്ല. അപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു. ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരുപാട് പേരുണ്ട് പല ജില്ലകളിലായിട്ട്. അപ്പം ഞങ്ങളുടെ ഓരോ വീഡിയോസും കാണുമ്പോൾ ഈ കൂടെ പഠിച്ചവർക്ക് ഭയങ്കര സങ്കടമാണ്. പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണം എന്ന് എപ്പോഴും പറയും. പക്ഷെ അവർക്ക് അത്രയും ദൂരം ആയതുകൊണ്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞങ്ങൾ കുറച്ചടുത്ത് കിടക്കുന്നവർ ഒരുമിച്ച് ചേർന്നിങ്ങനെ
സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പം ആ ഒരു സമയത്തുള്ള ആൾക്കാരാകുമ്പോ ഇപ്പൊ ഫാമിലി ആയിട്ടുണ്ടാവും, അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ ആ ഒരു ജീവിതത്തിൽ അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര ലക്കിയാണ്. ആ ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. കാരണം നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അവർ വന്ന് എൻജോയ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനും എന്താ പറയാ കൂടെ വന്ന് ഇത്രയുടെ വരെ വരാനും ഒക്കെ കാണിച്ചിട്ടുള്ള ഞങ്ങളുടെ ഫാമിലി ഉണ്ടാവും, ഓരോ സ്റ്റേജിലും ഉണ്ടാവും, എല്ലാവരും വരും. അത്ര സപ്പോർട്ടാണ്. അവർക്ക് ഓരോ പ്രോഗ്രാമും കാണണമെന്നാ, എല്ലാ പ്രോഗ്രാമും പ്രോഗ്രാമിനും വരും, ഫാമിലി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ ഇവിടെ ഉള്ള ആൾക്കാരാകുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസിന് സമയം ഉണ്ടാവുക? ഞങ്ങൾ മിക്കപ്പോഴും സൺഡേ ആണ് പ്രാക്ടീസിന് വെക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ എല്ലാവരും വരും, രാവിലെ തൊട്ട് രാത്രി വരെ പ്രാക്ടീസ് തന്നെ ആയിരിക്കും. അപ്പം അത് സമയം കണ്ടെത്തി നമ്മൾ ചെയ്യുകയാണ്. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ഹോളിഡേയ്സിൽ പോലും ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ പറയുന്ന സൺഡേ ആണെങ്കിലും മ്യൂസിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലാസ്സുകളും അതൊക്കെ ഞങ്ങളിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും സമയവും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിയാണ് വരാറ്. അത്രത്തോളം ഭയങ്കരമായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ചിലപ്പോൾ ക്ലാസ് എടുത്തിട്ടായിരിക്കും ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി വരെ ലക്ഷ്മിയുടെ വീട്ടിലുണ്ടാവും. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകണം. അങ്ങനെയാണല്ലേ? അങ്ങനെ ട്രാവല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ലക്ഷ്മി ചേച്ചിനെ മാത്രമേ അറിയുള്ളൂ. ലക്ഷ്മി ചേച്ചി മ്യൂസിക് ടീച്ചറാണ് അല്ലേ? എവിടെയാ വർക്ക് ചെയ്യുന്നത്? എവിടെയാ? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് കൊല്ലം കാവനാട് ലേക്ക് ഫോർട്ട് സ്കൂൾ. ചേച്ചി? ഞാൻ ആറ്റിങ്ങൽ ജ്യോതി സെൻട്രൽ സ്കൂൾ. പേരും കൂടെ ഒന്ന് പറയോ? പേര് ദിവ്യ. ദിവ്യ, ഓക്കെ. എൻ്റെ പേര് സൗമ്യ, മ്യൂസിക് ടീച്ചറാണ്. അതായത് ഞാൻ നിലവിലിപ്പം അംഗൻവാടി വർക്കറായിട്ട് ജോലി ചെയ്യാണ് അഞ്ചാലമൂട് ICDS കീഴിൽ തൃക്കരുവ പഞ്ചായത്തിൽ. ഇവരുടെ കൂടെ പഠിച്ചാണ്. എൻ്റെ പേര് നിഷ നോബൽ. നിഷ. എൻ്റെ പേര് നയന രാകേഷ്. ഞാൻ ലക്ഷ്മിയുടെ സിസ്റ്ററാണ്. ഞാൻ ആക്ച്വലി ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് മ്യൂസിക്കിനോട് അതിയായ നമ്മുടെ ഫാമിലിയിൽ കുറച്ച് മ്യൂസിക്കിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം കൂടുതൽ ലക്ഷ്മിയാണ് പ്രൊഫഷണലി പഠിച്ചേക്കുന്നത്. അപ്പം എനിക്കും അതിയായ താല്പര്യമുണ്ട്. അപ്പോൾ ഇവർ ഈ ട്രൂപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് അങ്ങനെ വന്നതാണ്. എന്ന് വെച്ചാൽ അത്ര അങ്ങനെ കിട്ടി. ലക്ഷ്മി ചേച്ചി? ഓക്കെ. 6 പേരാണോ നിങ്ങള്? അല്ല, ഞങ്ങൾ 5 പേരാണ്. ചേച്ചി ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വന്നതാണ്, ദേവിക. ഞങ്ങളുടെ കൂടെ തുടക്കം മുതലേ ഉള്ള സിംഗറാണ്. ആൾക്ക് പേഴ്സണൽ ആവശ്യങ്ങളുള്ളത് കൊണ്ട് ആൾക്ക് ഇന്ന് ഇവിടെ എത്താനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ആള് ഞങ്ങളുടെ കൂടെയുള്ള സ്ഥിരം സിംഗറാണ്. ഈ ദേവിക ചേച്ചിയും ലക്ഷ്മി ചേച്ചിയും കൂടിയാണ് ഇത് ഫോം ചെയ്തത്. എങ്ങനെയാ ഈ ഒരു തോട്ട് ഉണ്ടായ? കാരണം എന്താണെന്നറിയോ, ഇപ്പം ഭജൻ ഈ കുറച്ച് നാളുകളായിട്ടാണ് കുറച്ചൊരു ട്രെൻഡ് ആവാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു നന്ദഗോവിന്ദം വന്നേ പിന്നെയാണ് എല്ലാവരും ആ ഭജൻ എന്നുള്ള ഒരു തോട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് വന്നത്. അപ്പോ അതിനകത്ത് നന്ദഗോവിന്ദത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണോ, അങ്ങനെയാണോ തുടങ്ങിയത്? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണമേ നമ്മള് ഒരു 4 വർഷത്തിന് മേലായി ഞാനും ദേവിക പറഞ്ഞ പോലെ ഇതേപോലെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ 2 പേരാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. അപ്പം സ്കൂളിൽ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തു, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് വന്നു. അപ്പോൾ ഈ വർഷം ഈ പറഞ്ഞ പോലെ ഇവർ തന്നെ ദിവ്യ, ഞങ്ങളെല്ലാം ഒരു ബാച്ചാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു, നിങ്ങളൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് ഈ പ്രോഗ്രാം കുറച്ചും കൂടെ നന്നാക്കാം. അങ്ങനെ പിന്നെ നിഷ ചേച്ചി, സൗമ്യ ഇവരെല്ലാം ഇതിനകത്ത് ആഡായത്. അങ്ങനെയാണ് ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്ത് നമ്മളിപ്പോൾ ഈ ഇത്രയും ഒരു സ്വരൂപിണി ഭജൻസ് എന്ന രീതിയിൽ എത്തിപ്പെട്ടേക്കുന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പിന്നെ എല്ലാവരും മാരേജൊക്കെ കഴിഞ്ഞു, പിന്നെ എങ്ങോട്ടും ഒന്ന് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാനുള്ള ഈ ട്രാവലിംഗ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാനും ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും അതാണ് ഒരു വലിയ പ്രശ്നം. വർക്ക് ഉണ്ട്. പിന്നെ ജോലി ചെയ്യുന്നത് കൊണ്ട് അതും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് തുടങ്ങിക്കൂടെ എന്ന് ലക്ഷ്മി വിളിച്ച് സംസാരിച്ചിട്ടാണ് ഇനി എന്ത് വന്നാലും വേണ്ടില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഫാമിലി സപ്പോർട്ട് ആയതുകൊണ്ട് ഭജൻ എന്നുള്ളൊരു ഇത് എപ്പോഴാ വന്ന ഒരു ഐഡിയ എപ്പോഴാ വന്നത്? സാധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, അങ്ങനെ പോയിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലാതെ ഈ ഭജൻ എന്നുള്ളൊരു തോട്ടിലേക്ക് എപ്പോഴാ വന്നത്? ഞങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ആണ്, ഞാൻ പറഞ്ഞല്ലോ ദേവികയായിട്ട് ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഭജൻസ് സ്റ്റാർട്ട് ചെയ്തു. 2 പേര് മാത്രമുള്ള ഒരു ഗ്രൂപ്പ്. അതിനെയാണ് ഇത്രയും വളർത്തി ഇത്രയാക്കിയത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ ഭജൻസ് എന്നുള്ളൊരു തോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഫ്യൂഷൻസും
എല്ലാം ഞങ്ങൾ തന്നെ ഞങ്ങളുടേതായ ട്യൂണുകളും എല്ലാം ചെയ്താണ് സെറ്റാക്കി. ഞങ്ങൾ തന്നെയാണ് ലിസ്റ്റും എല്ലാം പ്രിപ്പയർ ചെയ്ത് പല പല സോങ്ങുകളും ഒരേ രാഗത്തിൽ നിന്ന് കുറേ പാട്ടുകൾ എടുത്തും. അത് ഞാൻ ചോദിക്കാനിരിക്കണേ. നമുക്ക് ആദ്യമേ ഒരു പാട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടിയിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാദ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാദ നാരായണ വാസുദേവ. पितृमात स्वामी सदा हमारे, पितृमात स्वामी सदा हमारे, हे नाद नारायण वासुदेव, हे नाद नारायण वासुदेव. അടിപൊളി. ഇത് ഞാൻ കേട്ടതാ, പക്ഷെ എന്നാലും കേൾക്കാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ നിങ്ങളുടെ ലിസ്റ്റൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യില്ലേ, അപ്പോൾ ഇങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണോ സെലക്ട് ചെയ്യുന്നത് അതോ ആരെങ്കിലും ഒക്കെ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട്. ഇപ്പം ഈ ശ്രീകൃഷ്ണ തന്നെ പറഞ്ഞ പോലെ ആദ്യം ഞങ്ങൾ ഇതിനകത്ത് എന്താണ് നിന്നോട് നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ രണ്ട് സോങ്. അങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. നമ്മൾ കേട്ടിഷ്ടപ്പെട്ട് അങ്ങനെ സെലക്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സോങ് എല്ലാവരും ഡിസ്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്യൂഷൻ ആണെങ്കിലും നമ്മളെല്ലാവരുടെ ഐഡിയാസാണ് സ്വരൂപിണി ഭജൻസ്. ഇപ്പോൾ ശിവന്റെ ഫ്യൂഷൻസ് ഒക്കെ എടുത്തപ്പോഴത്തേനും നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊരു കുറച്ച് വ്യത്യാസമുണ്ട് വെച്ചാല് ചന്ദ്രചൂട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആ ചന്ദ്രചൂടയുടെ തന്നെയാണ് താനം ലാസ്റ്റ് എൻഡിങ്ങിൽ. പലപ്പോഴും ഞങ്ങൾ ഒന്ന് രണ്ടിടത്ത് പാടിയപ്പോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഈ താനം ഇത് എവിടുന്നാ. ആക്ച്വലി അത് ഓൾറെഡി ചന്ദ്രചൂടയിൽ അനൂപ് സർ അതിൽ പാടിയിട്ടിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ അത് അധികം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ പാടിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ താനം നിങ്ങൾ എങ്ങനെയാ ചെയ്ത് ഈ സ്വരം എവിടുന്നാന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ഈ ലിസ്റ്റ് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്. ഈ പാട്ടുകൾ കണക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ ഇത് തുടങ്ങുന്ന പ്രാക്ടീസിന് മുമ്പേ ഒരു 3-4 ദിവസം ഇതിങ്ങനെ സെറ്റ് ചെയ്യാനാണ് എടുത്തത്. പാടുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഇതിങ്ങനെ കൊണ്ടുപോകാം, ഇത് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് ഇങ്ങനെ പോകാം. അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് രാവിലെ തൊട്ട് വൈകും വരെ അതിനുവേണ്ടി സമയം കളഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഇതിനു വേണ്ടി ഇരുന്നിട്ടുണ്ടെന്നല്ലേ കുറേ ഒരുപാട്. ഇതിങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാക്ടീസിന് മുമ്പേ തന്നെ ഞങ്ങൾ 4-5 ദിവസത്തോളം ഇങ്ങനെ ട്രാവൽ ചെയ്ത് ലക്ഷ്മിയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും എത്തും. രാവിലെ എത്തിയിട്ട് നൈറ്റ് വരെ അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് വീണ്ടും അടുത്തൊരു ഹോളിഡേ വരുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ രാവിലെ പോയിട്ട് അവിടെ ക്ലാസ് എടുത്തിട്ട് പിന്നെ അവിടുന്ന് ട്രാവൽ ചെയ്ത് ലക്ഷ്മി വീട്ടിൽ വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. പ്രാക്ടീസൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. ഈ ലിസ്റ്റാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ വലിയൊരു കടമ്പ. നിങ്ങൾ ടീച്ചേഴ്സും കൂടെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഇപ്പൊ സാധാരണ നമ്മളിങ്ങനെ പ്രാക്ടീസ് സെഷനൊക്കെ വെക്കുമല്ലോ, അല്ലെങ്കിൽ ഇപ്പം പരീക്ഷയ്ക്ക് മുമ്പുള്ള സ്റ്റഡി ലീവ് അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ വെക്കുമ്പോഴേക്കും ഉഴപ്പുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇങ്ങനെ ഉഴപ്പാറുള്ളത്? അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ വന്നിട്ടില്ല. ഇത് ഒരു ഭയങ്കര ഞങ്ങൾക്കിത് ഹോസ്റ്റലിൽ ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു. അപ്പൊ നമ്മള് തമാശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ പോകുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മള് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ ഇരുന്ന് ചെയ്യൂലേ? അങ്ങനെയായിരുന്നു ചെയ്തത്. കാരണം ഞങ്ങൾക്ക് സമയം കളയാനില്ല. അത്രത്തോളം ഞങ്ങൾ കാരണം എഫേർട്ട് അത്രത്തോളം എടുക്കുന്നുണ്ട്. ട്രാവലിംഗ് ഞാൻ പറഞ്ഞല്ലോ, അതാണ് വലിയൊരു കാര്യം. രാവിലെ വന്നിട്ട് നൈറ്റാണ് വീട്ടിൽ പോകുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ സ്കൂളിലും പോകണം. അപ്പം ഞങ്ങൾക്ക് ഒട്ടും കളയാനായിട്ടില്ല. കിട്ടണ ഒരു ദിവസം ഞങ്ങൾ അത്രത്തോളം ഇരുന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും എല്ലാവരും. ഇപ്പം ഞങ്ങൾ മ്യൂസിക് ടീച്ചേഴ്സ് ആണെങ്കിൽ കൂടിയും ഞങ്ങൾ ഒരു സ്റ്റേജിൽ കയറുമെങ്കിൽ കുറഞ്ഞത് ഒരു 20 തവണയെങ്കിലും ഞങ്ങൾ പാടിയിരിക്കും. ഇനി ഈ പല സോങ്ങുകളും ഞങ്ങൾ മുമ്പ് പല സ്റ്റേജിലും പാടിയിട്ടുണ്ട്. പക്ഷെ ഓരോ സ്റ്റേജിലും ഞങ്ങൾക്ക് പുതിയതാണ്. ഞങ്ങൾ നേരത്തെ പാടിയതാണല്ലോ, അപ്പൊ നമുക്കത് പാടണ്ട അങ്ങനെ ഒരു തോന്നൽ ആരും പറയാറില്ല. ഞങ്ങൾ അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, ആ പാട്ടുകൾ തന്നെ നിങ്ങൾ പാടുന്നുണ്ട്. അപ്ഡേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ പാടുന്നുണ്ട്. അപ്പം
ഓക്കെ ഇത് പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പൊ ഒരുപാട് സ്റ്റേജിൽ പാടിയതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് ഇല്ല, എപ്പോഴെങ്കിലും പാടിപ്പോകുന്നുള്ള ഒരു പേടി. ഓരോ സ്റ്റേജും പുതിയതാണ്. ഇപ്പൊ വാതാപി ഗണപതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രിക്ക് കോളേജിൽ പഠിച്ച, കാരണം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ആ കീർത്തനത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കോളേജിൽ പഠിച്ചിട്ടും പുറത്ത് ഒരുപാട് തവണ പാടിയിട്ടുണ്ട്, ഇപ്പോഴും പാടാറുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷെ ഞങ്ങൾ എപ്പോൾ പ്രാക്ടീസിന് ഇരുന്നാലും അതും നോക്കും ഒരു 10 തവണയെങ്കിലും. അത്രത്തോളം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഓരോ സ്റ്റേജിലും കയറുള്ളൂ. ഒരിക്കലും ഒരു പാട്ട് ഞങ്ങൾ കുറേ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്, അത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നൊരു സംസാരം ഞങ്ങൾക്ക് ഇടയിലേ ഇല്ല. ഓരോ സ്റ്റേജും പുതിയതാണ്, ഓരോ പാട്ടും പുതിയതാണ് എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രാക്ടീസ് കൊണ്ടുപോകണം. ആ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും, വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യും. അത് മെച്ചോർഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഭജൻ ഗ്രൂപ്പ് കുറച്ച് മുന്നേ തുടങ്ങിയെന്ന് വിചാരിക്കുക, കല്യാണത്തിനൊക്കെ മുന്നേ തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സീരിയസ്നെസ് ചിലപ്പോ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത് പറയാൻ പറ്റത്തില്ല, കാരണം എന്താന്ന് വെച്ചാല് ഹോസ്റ്റലിൽ ഒരുമിച്ചായിരുന്നു പറഞ്ഞു, അതാണ് ശരിയായിരിക്കാം കേട്ടോ. ചിലപ്പോൾ മാരേജിനൊക്കെ മുമ്പാണ് ചിലപ്പോൾ ഞങ്ങൾ തുടങ്ങുമ്പോഴും ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ എല്ലാ അനുഗ്രഹത്തോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഇതുപോലെ ഞങ്ങളുടെ കോളേജിലെ സാറുമാരെയൊക്കെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ വളരെ വൈകി പോയി നിങ്ങളിത് തുടങ്ങാൻ, ഇത്രയും ഗ്രൂപ്പായിട്ട് കുറച്ചും കൂടെ മുന്നേ തുടങ്ങണം. എല്ലാവരുടെ ഒരു സജഷൻ അതായിരുന്നു, വൈകിപ്പോയി തുടങ്ങാനായിട്ട്, വൈകിപ്പോയി കുറച്ചും കൂടെ നേരത്തെ ആവണമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബാച്ച് ഒരു അടിപൊളി ബാച്ചായിരുന്നു. എല്ലാവരും നല്ല ഞങ്ങൾ പഠിച്ചപ്പോൾ MAക്ക് ഞങ്ങൾ 10 പേരായിരുന്നു MAക്ക്. പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുപോലെ പാടുന്നവരും അല്ലെങ്കിൽ അത്രത്തോളം ഒരു ടീച്ചേഴ്സിനും ഒക്കെ ഞങ്ങൾ തന്നെ ഒരുപാട് മദ്രാസിലും അമ്പലങ്ങളിലും ഒക്കെ കോളേജിൽ നിന്ന് തന്നെ പോയി പ്രോഗ്രാംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ സാരന്മാർക്കൊക്കെ ഭയങ്കര, ഞങ്ങളിത് തുടങ്ങിയെന്ന് പറഞ്ഞ് അവരടുത്ത് അനുഗ്രഹമൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ തന്നെ പറയാം, നിങ്ങൾ ഒരുപാട് ലേറ്റായിപ്പോയി, ഇപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ട്. ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും അവർക്ക് ഞങ്ങൾ പേഴ്സണലി മെസ്സേജ് ചെയ്യും, സാർ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇന്നടുത്താണ് പ്രോഗ്രാം എന്ന് എപ്പോഴും പറയാറുണ്ട്. അവരുമായിട്ട് അങ്ങനെ ഒരു കോണ്ടാക്റ്റും ഉണ്ട് ടീച്ചേഴ്സുമായിട്ട്. ഇവർ റിഹേഴ്സലൊക്കെ നല്ല രീതിയിൽ ചെയ്യും, അതിനോടൊപ്പം തന്നെ ഭയങ്കര എൻജോയ്മെൻ്റാണ്. അപ്പം ഞാൻ 1-2 പ്രാവശ്യമേ കൂടെ പോയിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം ബാങ്കിങ് ഫീൽഡാണ്, പിന്നെ മ്യൂസിക് അറിയാമെങ്കിൽ പോലും ഇവരെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ അവരിലൊരാളായി മാറിയ പോലെ എന്ന് വെച്ചാൽ അത്ര എൻജോയ്മെൻ്റാണ്. ഭയങ്കര ചിരിയും കളിയും. അവർ കോളേജ് ലൈഫിലുണ്ടായിരുന്ന കുറേ അനുഭവങ്ങളും എന്താണ് ഭയങ്കര കുറേ കാര്യങ്ങൾ തമാശ പറഞ്ഞ് ചിരിയാ. ഞാൻ ഇടയ്ക്ക് പറയും കുറച്ച് പ്രാക്ടീസും കൂടെ നോക്കൂ എന്ന് വെച്ചാൽ പഴയ കാര്യങ്ങൾ അവർ ഓർത്തെടുത്ത് അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതാണ്, രസമാണ്. ഇത് നേരത്തെ അവിടെ നിന്നിട്ട് പറഞ്ഞേ, ഞങ്ങള് പാടുമ്പോ സീരിയസ് ആണ്. അല്ല, ഞാൻ പ്രാക്ടീസിന്റെ സമയത്ത് ചോദിച്ചപ്പോ ഇല്ല, ഞങ്ങള് പ്രാക്ടീസ് കഴിഞ്ഞു, ഞങ്ങൾക്ക് എന്തുള്ളൂ. അല്ലല്ല, പാടി വരുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ലൈൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാട്ട് വരുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടിന്റെ ട്യൂണൊക്കെ പാടുമ്പോ ചിലപ്പോ നമ്മൾ കോളേജിൽ പഠിച്ച സമയത്ത് കളിത്തമാശയൊക്കെ പാടിയിട്ടുണ്ടാവും. അപ്പൊ അത് പെട്ടെന്ന് ഓർമ്മ വരും. കൂട്ടത്തിലെ ഏറ്റവും കോമഡി ലക്ഷ്മിയാണ്. ആരാ ചിരി തുടങ്ങിയ നിർത്താന്ന് പറഞ്ഞ? ചിരി നിർത്തിയില്ല നമ്മള്. അവള് കോമഡി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അതാണ്. പിന്നെ ആരെങ്കിലും പറയണം, നിങ്ങൾ പാടുന്നില്ലേ, നിങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴായിരിക്കും പിന്നെ പെട്ടെന്ന് ഇരിക്കണം. ചേട്ടനായിരിക്കും പറയാ, നിങ്ങൾ കൂടുതലും ചേട്ടനായിരിക്കും, ലക്ഷ്മിയുടെ ഹസ്ബൻഡായിരിക്കും. പാടുന്നതിനൊപ്പം തന്നെ ഭയങ്കര ആക്ഷനാ. ആ ആക്ഷൻ കാണുമ്പോൾ കൂടെ ഇരിക്കുന്നവര് ചിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ അത്ര എൻജോയ് ചെയ്ത് തന്നെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രാക്ടീസിന്റെ ആയാസം കുറയും അല്ലേ? പുതുക്കോട്ടെ ഭുവനേശ്വരി നമ്മൾ പാടിയല്ലോ, ഞങ്ങൾ അമ്പലപ്പുഴയിൽ പാടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പ്രാക്ടീസ് സെഷനൊക്കെ ഉണ്ട്. അതിന് എത്ര ദിവസം വേണ്ടി വന്നു പ്രാക്ടീസ്? കറക്റ്റ് നേരം വേണ്ടി വരും? പുതുക്കോട്ടെ സോങ്ങിന്റെ മാത്രമാണോ അതോ? ആ പുതുക്കോട്ടെ സോങ്ങിന്റെ. പുതുക്കോട്ടെ ഞങ്ങൾ ആദ്യം ലൈൻസ് പഠിക്കാൻ തന്നെ കുറച്ചെന്ന് വെച്ചാൽ തമിഴാണ്. പിന്നെ അത് മാത്രമല്ല ഫുൾ ഇങ്ങനെ ഇടയ്ക്ക് വലിയ സ്റ്റോപ്പില്ല, നമുക്ക് നിർത്തിയിട്ട് ഇങ്ങനെ ശ്വാസം എടുത്ത് പാടാനുള്ള ഒരു സ്റ്റോപ്പ് ആ സോങ്ങിന് അധികം ഇല്ല. അപ്പം ഇതിങ്ങനെ തെറ്റാതെ ഇതിങ്ങനെ പോവുകയും വേണം. അപ്പം ഞങ്ങൾ ആദ്യം കുറച്ച് നേരം ലൈൻസാണ് ഇത് ബൈഹാർട്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കും. എങ്കിൽ ഇപ്പോൾ പോലും നമ്മളങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ടില്ല എല്ലാം ആ സോങ്ങിൽ. പക്ഷേ അത് പാടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാം ഇച്ചിരി സ്ലോ പാട്ടൊക്കെ പാടിയിട്ട് വന്നിട്ട് ഇതൊക്കെ പാടുമ്പോൾ വല്ലാത്തൊരു എനർജിയാണ്. അപ്പോൾ ഇതെല്ലാവരും ആസ്വദിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും അതൊരു സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അമ്പലപ്പുഴയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ലക്ഷ്മി അതിന് ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഒരു 10 മിനിറ്റോളം അവിടെ ചിരിയായിരുന്നു. നിങ്ങൾ അതൊക്കെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇടണം അല്ലേ?
ഇപ്പം സാധാരണ ആൾക്കാർ പാടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മൾ പറയാ സിനിമയിൽ പാടണം എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു തോട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ വേറെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് സ്റ്റേജസ് ചെയ്യണം, നന്നായിട്ട് പാടണം, അതായത് മനസ്സ് നിറഞ്ഞു പാടണം എന്ന് പറയുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ആൾക്കാരാണോ നിങ്ങൾ? തീർച്ചയായും അങ്ങനെ ആണോ? പഠിക്കുന്ന സമയത്ത് സിനിമയിലൊക്കെ പാടണം എന്ന് എപ്പോഴും ഏറ്റവും കൂടുതൽ പറയാറുള്ള ആള് ലക്ഷ്മിയാണ്. എന്റെ ആഗ്രഹം. എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിലെ മുതലേ സ്റ്റേജ് പ്രോഗ്രാം, അതായത് ഒരു 3 വയസ്സ് തൊട്ട് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാ. ഒരു 7-8 വയസ്സ് ആ ഒരു പ്രായം തൊട്ടിട്ട് ഞാൻ സ്റ്റേജിൽ ഭക്തിഗാന സുധയൊക്കെ പാടി. അപ്പം എൻ്റെ അമ്മയാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. അപ്പം അമ്മയുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ്, എപ്പോഴും ചോദിക്കും ഒരു സിനിമ എന്നാ പാടി കേൾക്കുന്നത്. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹം അത് ഞാൻ കോളേജിൽ വെച്ചിട്ട് ഇവരോടൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. ഭയങ്കര ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒരു പ്ലേ ബാക്ക്. അതായിപ്പോൾ ദിവ്യ പറഞ്ഞത്. അല്ല, അത് പറയാൻ എപ്പോഴും ഞങ്ങളിത് പഠിക്കുന്ന സമയത്ത്, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു, ഡിഗ്രി MA അല്ല, ഞങ്ങൾ റൂംമേറ്റ്സുമാണ്. 5-6 വർഷം ഒരേ റൂമിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പം അത്രത്തോളം അടുപ്പമാണ്. അപ്പം എപ്പോഴും ഇത് കേൾക്കുമ്പോൾ അറിയാം. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ചിന്തയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇത് നല്ല ഭംഗിയാക്കണം, ഒരു തെറ്റും വരാതെ ഏത് സ്റ്റേജിൽ പാടിയാലും എല്ലാവരും ഒരുപോലെ, ആൾക്കാരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അവർ കൊള്ളാമെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അവരുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് മാത്രമാണ്. അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഫിലിമിൽ പാടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ അതിയായ ആഗ്രഹത്തിൻ്റെ അല്ല. എല്ലാവർക്കും അത് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോ സ്റ്റേജിലും നന്നായിട്ട് പെർഫോം അവസരം വന്നാൽ പാടും, എന്നാൽ അങ്ങനെ വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ വെച്ച് പോകുന്നില്ല. നന്നായിട്ട് പാടുക ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്തേക്കാണ്. നിങ്ങൾ ഒരുപാട് സ്റ്റേജസ് കയറിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്? നമുക്ക് ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞത് അമ്പലപ്പുഴ. അവിടെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടൈം ലിമിറ്റും ഉണ്ടായിരുന്നു. 1 മണിക്കൂറാണ് നമുക്ക് ടൈം കിട്ടിയത്. അപ്പം അവിടുന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 മണിക്കൂർ ഉള്ള ലിസ്റ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. നമുക്ക് 1 മണിക്കൂറേ പാടാൻ പറ്റുള്ളൂ. പക്ഷേ ആ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ആ വേദിയിൽ നമുക്ക് കിട്ടിയ പ്രോത്സാഹനം, അമ്പല കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്, ഞങ്ങൾക്ക് ആദരവ്, ഞങ്ങളെ ആദരിച്ചു. അങ്ങനെ ഒരു വലിയ സന്തോഷം. പ്രോഗ്രാം, അതെ, ഒരുപാട് ആൾക്കാർ വന്ന് ഈ അമ്പലപ്പുഴയിലെ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു 4 പ്രോഗ്രാം കിട്ടി. അന്ന് തന്നെ ബുക്ക് ചെയ്തേക്കും, ഏപ്രിൽ ഈ മാസമൊക്കെ ആയിട്ട്. അപ്പം ആ ഒരു സ്റ്റേജ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്ന ഇനിഷ്യേറ്റീവ് എടുത്താണ് അവിടേക്ക് പാടാൻ പോയത്. അമ്പലപ്പുഴ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്നതിലുള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ അവിടെ പാടുക എന്നുള്ളത് ഏതൊരു പാട്ടുകാർക്കും അല്ലെ പെർഫോം ചെയ്യാൻ ഈ കലയുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സ്റ്റേജുകളിൽ ഒന്നാവും അമ്പലപ്പുഴ. അപ്പം ഞങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ അതിലേക്ക് പോയിട്ടാണ് അങ്ങനെ ഒരു പെർഫോമൻസിലേക്ക് വന്നത്. പക്ഷെ അവിടെ ഞങ്ങൾ ചെയ്തതിൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. പാളിപ്പോയിട്ടുള്ള സ്റ്റേജിൽ ഏതെങ്കിലും പാട്ടുകളുണ്ടാവോ? പാളിപ്പോയിട്ടില്ല, തെറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് അതാ ഞാൻ ചോദിച്ചേ, അതായത് തെറ്റുകൾ വരുമല്ലോ, എല്ലാവർക്കും തെറ്റുകൾ വരും, പഠിച്ചെന്ന് വരും ചിലപ്പോ. പക്ഷെ അത് മാനേജ് ചെയ്ത് പോകലാണ് ഭയങ്കര വലിയൊരു അത് കഴിവ് തന്നെ വേണം. ഏറ്റവും നല്ല കഴിവ് ലക്ഷ്മിക്ക് തന്നെ. കാരണം ഏറ്റവും നന്നായിട്ട് താളം എങ്ങനെയും ഓടിപ്പോയാലും അതിനെ കറക്റ്റ് ഞാൻ കണ്ടു, അത് മാനേജ് ചെയ്ത് പോകുന്നത് കണ്ടു. അടുത്ത ലൈൻ തുടങ്ങണമെങ്കിൽ അടുത്ത ലൈൻ എല്ലാം ഇപ്പൊ നമുക്കറിയാം. നമുക്ക് ഇപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കണ്ട ലക്ഷ്മീനെ, ഇങ്ങനെ നോക്കണ്ട എന്താണ് അവൾ അടുത്ത് ഉദ്ദേശിക്കുന്നതെന്നുള്ള. ജസ്റ്റ് ഇങ്ങനെ നമുക്കറിയാം അവളിങ്ങനെ കഴിവൊക്കെ എന്താണ് അടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്താണ്. അപ്പൊ അത് ഞങ്ങൾക്ക് പ്രാക്ടീസാണ് എല്ലാവർക്കും. എന്ത് പ്രശ്നം വന്നാലും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഇതിന്റെ ഇടയിൽ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ഒരെണ്ണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ സമയപരിധി കാരണം നമുക്ക് ഒരുപാട് വീഡിയോസ് ഞങ്ങൾ പ്ലാനിങ്ങിലുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാനൊരു അവസരം ഇതുവരെയും ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ ചെയ്യണം എന്നൊരിതുണ്ട്. കാരണം പ്ലാൻ ചെയ്ത് പറഞ്ഞ പോലെ സമയം ഞങ്ങളിത് ലക്ഷ്മിയാണ് ഇത് കുറച്ചും കൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാവരെയും പ്രാക്ടീസിന് വിളിക്കുന്നതും ഇൻസ്ട്രുമെന്റിന്റെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നതും. അപ്പോൾ എല്ലാം അവളാണ്. അപ്പോൾ എൻ്റെ കൂടെ ജോലിയുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ. അപ്പം ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ ഓരോരോ പരിപാടിക്കും വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് അതെന്ത് ചെയ്യും ഇതെന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. അപ്പം ഞങ്ങൾ ആദ്യം കുറച്ച് സ്റ്റേജുകളിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെ ഇപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയത് ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ്, കിരൺ ചേട്ടനാണ് കുറച്ചും കൂടെ മാനേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ ചേട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അങ്ങനെയുള്ള ഫോൺ വിളികൾ, ആൾക്കാരെ വിളിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ കുറച്ചൊന്ന് മാറി, കുറച്ച് ഫ്രീ ആയി. അപ്പൊ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവായിട്ടുണ്ട്. മൊത്തത്തിൽ മാറിയെന്നല്ല, ഓരോ സ്റ്റേജും ടെൻഷനാണ്. എങ്കിൽ എന്നാലും കുറച്ചുകൂടി ഒരു ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും.
സപ്പോർട്ടീവാ. ഈ കോസ്റ്റ്യൂംസ് എങ്ങനെയാ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതിനകത്ത് വലിയൊരു എന്താ പറയാ, അങ്ങോട്ട് വിളിച്ചില്ല ഇങ്ങോട്ട് വിളി, അത് വേണ്ട, ആ കളർ വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇല്ല, ഇവിടെ അങ്ങനെ ഒത്തൊരുമ, ഭയങ്കര ഒത്തൊരുമ. ചട്ടമ്പികളാണ്. സീരിയസ്, ഒരു ഇന്റർവ്യൂ ആയിട്ട് നമ്മള് അങ്ങനെ പറയാമല്ല, അതിനകത്ത് ഒത്തൊരുമ. ഇപ്പൊ എടുത്തു കൊടുക്കും, ഓക്കെ അത് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഏകദേശം ഒരു 2 പ്രോഗ്രാമിന്റെ കോസ്റ്റ്യൂം നമുക്ക് സ്പോൺസേഴ്സ് ആയിരുന്നു. പിന്നെ ബാക്കി പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സെലക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ല. എല്ലാരും അതിനകത്ത് ഭയങ്കര ഒത്തൊരുമയാണല്ലോ. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഇന്ന ആൾക്ക് ഇന്ന കളർ ഇട്ടാ അവർക്ക് ഇഷ്ടമായിരിക്കും എന്നുള്ളത് അറിയാം. അങ്ങനെ ഒരു ഇത്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണ്ട ഇത് വേണ്ട അങ്ങനെയൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന സമയം ഇപ്പൊ കൂടെ നിൽക്കുന്നവർ ജസ്റ്റ് ഒന്ന് നോക്കി അത്രേ ഉള്ളൂ. അതിനകത്ത് ബാക്കി എല്ലാവരും പറഞ്ഞ ചേർന്ന് പോകുന്നവരാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങനെ നോക്കുമായിരുന്നോ? അതായത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്, അവര് മാറിയതാണോ? അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ ആയിട്ടില്ല. ഇനി ആവില്ല എന്നുള്ള വിശ്വാസം. കാരണം ഇപ്പം പോകുന്നത് നമുക്കറിയാം, നമുക്ക് പറ്റുന്നവരാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തിരുന്നത്. എല്ലാവരും ഒറ്റക്കെട്ട് ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി ഒറ്റ മനസ്സോടുകൂടി ഒരു പാട്ടും കൂടെ കേട്ടാലോ? നിങ്ങൾ വൈറലായിട്ടുള്ള സോങ് നമ്മുടെ ചന്ദനത്തിൻ മണമുള്ളയായിരുന്നു, അത് തന്നെ നമുക്ക് പാടാം അല്ലേ? ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടിക്കൊള്ളും മന്മഥരി ശിവസുധനേ, അയ്യപ്പ മാധവന്റെ തിരുമകനേ. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടിക്കൊള്ളും മന്മഥരി ശിവസുധനേ, അയ്യപ്പ മാധവന്റെ തിരുമകനേ. ശനിയുടെ ഹരണേ വരണേ, നീ അരവണ മധുരം തരണേ. മനസ്സിൻ പമ്പയിൽ നീരാടുക നീ, ശരണ നദിയലകളടിയണ വരദനി. ചന്ദനത്തിൽ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മഥരി ശിവസുധനേ, അയ്യപ്പ മാധവന്റെ തിരുമകനേ. അടിപൊളി. ഈ പാട്ടായിരുന്നു വൈറലായിട്ടുള്ള പാട്ട്. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഞങ്ങള് നിങ്ങളെ കണ്ടുപിടിച്ചത്. തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരെണ്ണം അപ്ലോഡ് ചെയ്തായിരുന്നു, രാധാധൻ പ്രേമത്തിന്റെ കുറച്ച്. അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് എനിക്ക് തോന്നുന്നു, ഇത് കേട്ടിട്ടാണ് നമ്മൾ വിളിച്ചത്. ഇവര് മതി. അതെ, എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ പറയാ, കൂടെ പാടാനും പറ്റി, എന്താ പറയാ കുറച്ചു നേരം സംസാരിക്കാനും പറ്റി, നിങ്ങളെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കാനും പറ്റിയത് നമുക്ക് ഒരുപാട് സന്തോഷം. അബാക് മീഡിയക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമാണ്. കാരണം നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തതിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിലും ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിലിപ്പോ പല ആൾക്കാരും ഇന്ന് ലീവ് എടുത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. അതെ 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 അത്രത്തോളം സന്തോഷത്തിൽ എല്ലാവരും എത്തിയത്. അതെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന അബാക് മീഡിയ MD, നിങ്ങളെല്ലാ പ്രവർത്തകരും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ അബാക് മീഡിയ ആണ്, അതും കൂടെ പറയാമല്ലോ. അപ്പോൾ ഒത്തിരി സന്തോഷം, ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്.